ഇപ്പോൾ അഹമ്മദാബാദിൽ നടന്ന ACC സമ്മേളനത്തിന്റെ തീരുമാനങ്ങൾ കോൺഗ്രസ് നേതാക്കൾ ആത്മാർത്ഥതയോടെ പ്രഖ്യാപിക്കുന്നതാണെങ്കിൽ എല്ലാ നേതാക്കളും ഒറ്റക്കെട്ടായി നിലയുറപ്പിച്ചുകൊണ്ട് പാർട്ടിയുടെ സംസ്ഥാന ഘടകങ്ങളിൽ സമയബന്ധിതമായി പുനഃസംഘടന നടത്തി കാര്യപ്രാപ്തിയുള്ള നേതാക്കളുടെ കൈകളിലേക്ക് പാർട്ടിയെ കൈമാറണം. അതല്ലാതെ കോൺഗ്രസിന് മറ്റു മരുന്നുകളൊന്നും ഇല്ല എന്ന തിരിച്ചറിവും നേതാക്കൾക്കുണ്ടാകും. പരസ്പരം പദവികളുടെ പേരിൽ മത്സരിക്കുന്ന രീതിയിൽ ആദ്യം തന്നെ പൂർണ്ണമായും ഇല്ലാതെയാക്കണം. ഇതിനൊക്കെ കഴിയുമോ എന്ന ആശങ്ക രാജ്യത്തുള്ള മുഴുവൻ കോൺഗ്രസുകാർക്കുമുണ്ട്. ACC സമ്മേളനവും വർക്കിംഗ് കമ്മിറ്റി യോഗവും കോൺഗ്രസ് പാർട്ടിയിൽ ആദ്യത്തെ സംഭവമല്ല. ഇത്തരം സമിതികൾ പലതവണ യോഗം ചേർന്ന് പുനഃസംഘടന പ്രഖ്യാപിച്ചു എങ്കിലും ഒന്നും നടന്നിട്ടില്ല എന്ന വസ്തുത ബോധ്യപ്പെട്ട് വിട്ടുവീഴ്ചകൾ കാണിച്ചുകൊണ്ട് പാർട്ടി പുനഃസംഘടിപ്പിച്ച് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ വിജയം കൊയ്യുന്ന പാർട്ടിയാക്കി കോൺഗ്രസിനെ മാറ്റിയെടുത്തില്ല എങ്കിൽ വലിയ കാലം കാത്തിരിക്കാതെ ഇന്ത്യയിൽ BJP എന്ന പാർട്ടി കോൺഗ്രസ് പാർട്ടിയെ തുടച്ചു നീക്കുന്ന അവസ്ഥയുണ്ടാകും എന്നതാണ് യാഥാർത്ഥ്യം.